നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് നമുക്ക് എല്ലാവർക്കും കുറഞ്ഞ ചിലവിൽ നല്ല ഭംഗിയുള്ള ഒരു ഹോം ഡെക്കർ ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിന് ആദ്യം വേണ്ടത് ഒരു A4 സൈസ് പേപ്പറാണ്. അതിൽ ഞാനിവിടെ സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് വരച്ചിട്ടോ പ്രിൻ്റ് എടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് സ്റ്റെൻസിൽ വെച്ചിട്ടാണ്. അപ്പോൾ പേപ്പർ സെൻറ്ററിൽ മടക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗണ്ണും ഒരു ഗ്ലൂ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്യൂർ എടുത്തിട്ടുണ്ട്. അതിന് പകരം ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാനിവിടെ A4 സൈസ് പേപ്പറിൽ സെൻറ്റർ മടക്കിയിട്ട് നമുക്ക് ആ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ മടക്കിയിട്ട് ഞാൻ ഈ സ്റ്റെൻസിൽ വെച്ചിട്ട് അത് വരച്ചെടുക്കുകയാണ്. നമുക്ക് പ്രിൻ്റ് എടുക്കാം. നമുക്ക് പിക്ചർ നെറ്റിൽ നോക്കിയിട്ട് പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായി അറിയുന്ന ആൾക്കാരാണെങ്കിൽ വരച്ചെടുക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ചിത്രം നമുക്ക് ഒരു A4 സൈസ് പേപ്പറിൽ വേണമെന്നേ ഉള്ളൂ. അങ്ങനെ ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ക്രീം തേച്ച് കൊടുക്കുക. ഞാനിവിടെ നിവ്യയുടെ ക്രീമാണ് തേച്ചിട്ടുള്ളത്. വാസ്ലിൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് നമ്മൾ ആ സ്റ്റിക്കില്ലേ അത് കുറച്ച് നല്ല പോലെ മുകളിലേക്ക് തന്നെ ആയിട്ട് നമ്മളത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ സ്റ്റിക്കിൻ്റെ മുകളിലും നമ്മൾ ഗ്ലൂ ആക്കി കൊടുക്കണം. പിന്നെ നമ്മൾ വരച്ചിട്ടുള്ള അതിൽ കൂടെ നമ്മൾ ഈ ഗ്ലൂ വെച്ചിട്ട് വരച്ചെടുക്കുക. പിന്നെ ഉള്ളിലും നമുക്ക് എന്ത് ഡിസൈനാണോ വേണ്ടത് അതേപോലെ നമ്മൾ ഈ ഗ്ലൂ വെച്ചിട്ട് വരച്ചെടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഗ്ലൂ ഗൺ നമ്മൾ പ്ലഗ് ചെയ്ത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ ചൂടോട് കൂടെ തന്നെ ചെയ്യണം. നമ്മൾ ഒന്ന് ചൂടായതിന് ശേഷം ഇത് ഓഫ് ചെയ്തെടുത്തിട്ട് പിന്നെ ചൂടാക്കി അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ല ചൂടോട് കൂടെ തന്നെ അത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ഡിസൈനാണോ വേണ്ടത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് വരയ്ക്കുന്നതാണ് നല്ലത്. അതിനുശേഷം അതൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. ആ ഗ്ലൂ ഒക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ പേപ്പറിന് ഇത് മെല്ലെ എടുക്കുക. നമുക്കിങ്ങനെ മെല്ലെ ഇങ്ങനെ എടുക്കാൻ പറ്റും. അതിൽ ക്രീം തേച്ചിട്ടുള്ളത് കൊണ്ട്. വാസ്ലിനാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ അത് മെല്ലെ അടർത്തി എടുക്കുക പേപ്പറിൽ നിന്ന്. ഇതേപോലത്തത് ഞാൻ കടകളിലൊക്കെ കണ്ടിട്ടുണ്ട്, മെറ്റലിൻ്റെത്. നല്ല റേറ്റും ഉണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ നമ്മളെല്ലാം പേപ്പറിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കിൻ്റെ മേലെ നല്ല ഭംഗിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പേപ്പറിൻ്റെ എന്തെങ്കിലും ചെറിയ പീസുകളൊക്കെ ഒട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത വെള്ളം എടുക്കുക. എന്നിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് നനച്ചിട്ട് മെല്ലെ ചെറുതായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ ആ പേപ്പറിൻ്റെ പീസൊക്കെ അതിൽ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞ പോലെയാണ് നിൽക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ പെയിൻറ്റും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. ഇനി ഞാനിതിൽ സ്പ്രേ പെയിൻ്റാണ് ചെയ്യുന്നത്. ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ടുണ്ട്. ആ സ്റ്റിക്ക് ഫുള്ളും ആയിട്ടും ചെയ്യണം കേട്ടോ സ്പ്രേ പെയിൻറ്റ്. ഇത് ഞാനൊരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. ആ അടപ്പിൻ്റെ മേലെ ഞാനൊരു ഹോൾ ഉണ്ടാക്കി പിന്നെ കുറച്ച് ഗ്ലൂ കൂടെ തേച്ച് കൊടുത്തിട്ട് ഞാൻ ഈ സ്റ്റിക്ക് അതിലേക്ക് ഇറക്കി വെച്ചു. ഇത് നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രെയിം ചെയ്തിട്ടൊക്കെ ചുമരിൽ തൂക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് നമ്മുടെ ടേബിളിൻ്റെ കോഫി ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ പീസായിട്ട് വെച്ചാലും ഷോക്കേസിൽ വെച്ചാലും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. എന്തായാലും വളരെ കുറഞ്ഞ ചിലവിൽ നല്ല ഭംഗിയുള്ള ഈ ഹോം ഡെക്കർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്